നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ലോൺ ആപ്പ് വഴി തട്ടിപ്പ് നടത്തുന്ന സംഘം പിടിയിൽ. തിരുവനന്തപുരം പോങ്ങുമൂട് ചേന്തിയിലാണ് ഓഫീസ് ഉള്ളത്. ലോകം മുഴുവൻ ഉള്ള ഇടപാടുകൾ വഴി കോടികളാണ് സംഘം തട്ടിയെടുത്തത്. സ്ഥാപനത്തിന്റെ ജീവനക്കാർ അടക്കം 18 ഉത്തരേന്ത്യക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓഫീസ് റെയ്ഡിനിടെ 50ഓളം കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തു. പരിശോധന രാത്രി വൈകിയും തുടരുകയായിരുന്നു. സൂത്രധാരനായ ഗുജറാത്ത് സ്വദേശി ആകാശ് സിംഗ് ചൌധരി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. മുംബൈയിലേക്ക് രക്ഷപ്പെടാനെത്തിയ കൂട്ടാളി കപിലിനെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. പൊങ്ങുമൂട് ഐറിസ് ആശുപത്രിക്കടുത്ത് പവിഴം ഹോംസിന്റെ വാണിജ്യ കെട്ടിടം വാടകയ്ക്കെടുത്ത് 50ഓളം കമ്പ്യൂട്ടറുകളുമായാണ് 1.5 മാസം മുമ്പ് വ്യാജ കോൾ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. ഒഴുക്കോട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന 20ഓളം ജോലിക്കാരും ഉണ്ടായിരുന്നു. അമേരിക്കക്കാർ വായ്പയ്ക്ക് സമീപിക്കുന്ന ലെജൻഡ് ജെറ്റ് സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇടപാടുകാരെ അങ്ങോട്ട് വിളിച്ചായിരുന്നു തട്ടിപ്പ്. കൊല്ലം കുണ്ട്രയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയേക്കും. സംഭവം വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അടിയന്തര റിപ്പോർട്ട് തേടിയത്. ആരോപണ വിധേയനായ പോലീസുകാരനിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയാദിനെ വാഹനത്തിലിട്ട് മർദ്ദിച്ചുവെന്ന് പരാതിക്കാരിയായ യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ കസ്റ്റഡിയിലെടുത്ത സിയാദിനെ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസ് വാദം പൊളിഞ്ഞു. സിയാദിനെ മർദ്ദിക്കുമ്പോൾ ജീപ്പിൽ താനുമുണ്ടായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചുവെന്ന് സിയാദ് പറഞ്ഞതായി കുടുംബം ആരോപിച്ചിരുന്നു. അതിനിടെ സിയാദിനെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്തുമായി സിയാദിന്റെ മകൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഫോൺ കോൾ പുറത്തുവന്നു. എന്റെ പപ്പ പോയി, സാറ് നട്ടലിന് ഇടിച്ചില്ലേ, സാറിനോട് പറഞ്ഞതല്ലേ പപ്പയ്ക്ക് വയ്യാത്തതാണെന്ന് എന്നായിരുന്നു മകളുടെ വിലാപം. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖിൽ സജിയെ MDMA ഉപയോഗിച്ചെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശിയാണ് ഡോക്ടർ അഖിൽ സജി. MDMA ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇയാൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. തലസ്ഥാനത്തടക്കം പല സ്ഥലങ്ങളിലും രാവിലെ കനത്ത മഴ ലഭിച്ചു. അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പിൽ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റ നടപടികൾ പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് സീനിയർ ക്ലാർക്ക് മുതൽ ഡെപ്യൂട്ടി തഹസിൽദാർ വരെയുള്ള 100ഓളം ജീവനക്കാർ അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കാതെ വിരമിച്ചു. സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ബന്ധിപ്പിച്ചുള്ള നടപടിക്രമം നിലച്ചതാണ് തിരിച്ചടിയായത്. 2026 ജനുവരിയിലായിരുന്നു സീനിയർ ക്ലർക്ക് മുതൽ തഹസിൽദാർ വരെയുള്ള ജീവനക്കാരുടെ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റത്തിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അപേക്ഷ ക്ഷണിച്ചത്. 7 മാസമായിട്ടും അന്തിമ ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. ഇതോടെ സീനിയർ ക്ലർക്ക്, വില്ലേജ് ഓഫീസർ, ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികകളിലേക്കുള്ള സ്ഥാനക്കയറ്റമാണ് മുടങ്ങിയത്. കാക്കനാട്ട് യുവാക്കളെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പ്രതികളെ പിടികൂടിയ വിവരമറിഞ്ഞ് തൃക്കാക്കര സ്റ്റേഷനിലേക്ക് ജനക്കൂട്ടം ഇരച്ചെത്തുകയായിരുന്നു. പ്രതികളുടെ കൂസലില്ലാത്ത ഭാവം കൂടിയായപ്പോൾ ജനരോക്ഷം അണപൊട്ടി. പ്രതികളെ തങ്ങൾക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന സംഘം അക്രമാസക്തരായതോടെ സ്റ്റേഷൻ പരിസരത്ത് സംഘർഷാവസ്ഥയായി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സ്റ്റേഷന്റെ പ്രധാന കവാടങ്ങൾ പൂട്ടി. കാക്കനാട്ട് NGO ക്വാർട്ടേഴ്സിനടുത്ത് ആക്രമണം നടന്ന സ്ഥലത്ത് പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനായി മറൈൻ ഡ്രൈവിലെ ക്യാമ്പിൽ നിന്ന് കൂടുതൽ സേനയെ വരുത്തിച്ചു. പ്രതികളെ കൊണ്ടുപോകാൻ പ്രത്യേക പോലീസ് ബസ്സും എത്തിച്ചു. റോഡിലിട്ട് 3 യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ തന്നെ ആ കാറും വൈറലായിരുന്നു. പ്രതികൾ ആക്രമിക്കാൻ എത്തിയതും ശേഷം കടന്നു കളഞ്ഞതും ഒരു ചുവന്ന കാറിലായിരുന്നു. ആക്രമണത്തിന് ശേഷം പ്രതികൾ ഭാരതമാതാ കോളേജിന് സമീപം ഉപേക്ഷിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ വളപ്പിലെത്തിച്ചിരുന്നു. വാഹനം തിരിച്ചറിഞ്ഞ പ്രതിഷേധക്കാർ കരിങ്കല്ലുകൊണ്ട് ഇടിച്ചു തകർത്തു. ചില്ലു തകർന്ന കാറിന്റെ ഭാഗങ്ങൾ ഇടിച്ചു ചുളുക്കിയ നിലയിലാണ്. MDMA കേസിൽ സമഗ്ര ശിക്ഷ കേരളയിലെ 2 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ അറസ്റ്റിലായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ചതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് പറഞ്ഞു. കൂടുതൽ അധ്യാപകർക്ക് പങ്കുണ്ടെന്ന സംശയത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. വടകര ഇൻസ്പെക്ടർ AV ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളുടെ ഭാഗമായി വടകര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 2 അധ്യാപികമാർ അറസ്റ്റിലായത്. സാധാരണ ലഹരി കേസിനപ്പുറം ഈ സംഭവത്തിൽ വലിയൊരു ശൃംഖലയുണ്ടെന്ന സംശയവുമുണ്ട്. ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം ശക്തമാക്കും. ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്നും മെറിൻ ജോസഫ് പറഞ്ഞു.
ഗുരുവായൂർ ദേവസ്വത്തിന് 18 വർഷത്തിനിടെ 107.92 കോടിയിലേറെ രൂപയുടെ അനധികൃത നഷ്ടമുണ്ടായെന്ന ഗുരുതരമായ കണ്ടെത്തലിൽ ശക്തമായ നടപടികളുമായി ഹൈക്കോടതി. കണക്കുകൾ ഓഡിറ്റിംഗിന് ലഭ്യമാക്കുന്നതിലെ വീഴ്ചകൾ വിശദീകരണം തേടിയ കോടതി സർക്കാരിന്റെ ഓഡിറ്റ് വകുപ്പ് സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ന് രാവിലെ 10:15 നേരിട്ട് ഹാജരായി നിലവിലെ സാഹചര്യം വിശദീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറലും നേരിട്ടോ വെർച്വലായോ ഹാജരാകണം. 2023 രജിസ്റ്റർ ചെയ്ത കേസിലെ തുടർ നടപടികൾ വിശദീകരിക്കണമെന്നും ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പണം പിൻവലിക്കുന്നതുപോലെ അരിയും ഗോതമ്പുമെല്ലാം ഇനി ATM-ൽ കിട്ടും. ഇതിനുള്ള ധാന്യ ATM-കൾ, ധാന്യ വിതരണ യന്ത്രം ഭക്ഷ്യവകുപ്പാണ് സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നത്. പദ്ധതിയുടെ പ്രാരംഭ നടപടി തുടങ്ങി. തെരഞ്ഞെടുക്കുന്ന റേഷൻ കടകളിലോ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലോ മെഷീൻ സ്ഥാപിക്കും. ഒഡീഷയിൽ വിജയിച്ച മാതൃകയാണ് ഇവിടെയും നടപ്പാക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീനാണ് ഒഡീഷയിലെ ഭുവനേശ്വറിലുള്ളത്. ഉപഭോക്താക്കൾ ധാന്യ ATM-കളിൽ റേഷൻ കാർഡിന്റെയോ ആധാർ കാർഡിന്റെയോ നമ്പറോ നൽകണം. തുടർന്ന് പോയിന്റ് ഓഫ് സെയിൽ ബയോമെട്രിക് സിസ്റ്റത്തിലൂടെ വിരലടയാളം സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞ് അനുവദിച്ച അരിയും ഗോതമ്പും ശേഖരിക്കാം. 5 മിനിറ്റിനുള്ളിൽ 50 കിലോഗ്രാം വരെ ലഭിക്കും. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നത് സംബന്ധിച്ച് ഡൽഹിയിലെ ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ ആഴ്ച അനുമതി നൽകിയേക്കും. വ്യാഴാഴ്ചയോടെ അനുമതി ലഭിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. കണ്ടുകെട്ടൽ നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയോടെയായിരിക്കും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് ED ഡയറക്ടർ രാഹുൽ നബീൻ അനുമതി നൽകിയതായാണ് സൂചന. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ശനിയാഴ്ച ക്യാമ്പസിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കോളേജ് സ്റ്റാഫ് കൗൺസിലിന്റെ തീരുമാനം. സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ 12 SFI പ്രവർത്തകരും ഒരു KSU പ്രവർത്തകനുമാണ് ഉള്ളത്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സസ്പെൻഷൻ തുടരുമെന്നും സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ പ്രവേശനം ഉണ്ടാകില്ലെന്നും കോളേജ് പ്രിൻസിപ്പൽ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഫൈനലിൽ ഇന്ത്യക്ക് 2ാം സ്വർണം നേടിക്കൊടുത്ത് ഷർമിള ധങ്കർ. ഇതോടെ 5ാം ദിവസം അവസാനിക്കുമ്പോൾ രാജ്യത്തിന്റെ മെഡൽ നേട്ടം 10 ഉയർന്നു. വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഫൈനലിൽ സ്വർണ്ണ മെഡൽ ജേതാവായതോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി ഷർമിള ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇതേ മത്സരത്തിൽ മാറ്റുരച്ച ഇന്ത്യയുടെ ശിൽപ കെ ശൈല 4ാം സ്ഥാനത്തെത്തി വെങ്കല നേട്ടത്തിലെത്തി. ഹിന്ദു മതത്തിൽ നിന്ന് സിഖ്, ബുദ്ധമതങ്ങൾ ഒഴിച്ച് മറ്റേത് മതത്തിലേക്ക് മാറിയാലും പട്ടികജാതി പദവി നഷ്ടമാകുമെന്ന 2026 മാർച്ച് 24 ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ഹർജി തള്ളിയ ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര, ജസ്റ്റിസ് മൻമോഹൻ എന്നിവർ മുൻവിധിയിലെ ഇടപെടാൻ കാരണമില്ലെന്നും അതിൽ തെറ്റില്ലെന്നും വ്യക്തമാക്കി. മതം മാറിയാൽ പട്ടികജാതി സംവരണം നഷ്ടമാകുമെന്നാണ് വിധി സൂചിപ്പിക്കുന്നത്. കേസിൽ ഒന്നുകൂടി വാദം കേൾക്കണമെന്ന ആവശ്യവും തള്ളി. പട്ടികജാതിക്കാർ ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ ഉടൻ പട്ടികജാതിക്കാരല്ലാതാകുമെന്നും 3 വ്യവസ്ഥകൾ പാലിച്ചാൽ പുനഃപരിവർത്തനം ചെയ്ത് വീണ്ടും പട്ടികജാതി പദവി നേടാമെന്നുമാണ് മുമ്പത്തെ വിധി. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയെ ലക്ഷ്യമിട്ടുള്ള വ്യാജ AI വീഡിയോകൾ പ്രചരിപ്പിച്ചതിന് സോഷ്യൽ മീഡിയ ഭീമന്മാരായ മെറ്റ, എക്സ്, ഗൂഗിൾ എന്നിവർക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ ബോംബെ ഹൈക്കോടതി അനുമതി നൽകി. നിരവധി ഡിജിറ്റൽ കണ്ടന്റ് സൃഷ്ടാക്കൾക്കൊപ്പം ടെക് കമ്പനികൾക്കെതിരെ കേസെടുക്കാനുള്ള ഗഡ്കരിയുടെ ഹർജി തിങ്കളാഴ്ച ജസ്റ്റിസ് അഭയ് അഹൂജയുടെ സിംഗിൾ ബെഞ്ച് അനുവദിച്ചു. കൃത്രിമമായി നിർമ്മിച്ച വീഡിയോകൾ ഉടൻ നീക്കം ചെയ്യാൻ ഉത്തരവിടണമെന്നും തന്റെ അനുമതിയില്ലാതെ തന്റെ ശബ്ദം, ചിത്രം, മുഖഭാവങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന AI ഉള്ളടക്കം പങ്കിടുന്നത് തടയണമെന്നും അഭിഭാഷകൻ സന്ദീപ് S. ലഡ്ഡ പ്രതിനിധീകരിച്ച് ഗഡ്കരി കോടതിയോട് ആവശ്യപ്പെട്ടു. ബംഗളൂരുവിലെ തനിസാന്ദ്ര പ്രദേശത്തെ ഒരു ഗ്യാരേജിൽ തിങ്കളാഴ്ച പുലർച്ചെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ നിരവധി ആഡംബര കാറുകൾ ഉൾപ്പെടെ 20-ലധികം വാഹനങ്ങൾ കത്തിനശിച്ചു. സാമ്പിഗള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അഗ്നിശമന സേനയിൽ നിന്നും അടിയന്തര പ്രതികരണമുണ്ടായി. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാന ഗ്യാരേജിനുള്ളിൽ നിന്നാണ് തീ പടർന്നത്. തുടർന്ന് അടുത്തുള്ള പാർക്കിംഗ് ബേകളിലേക്ക് വേഗത്തിൽ പടർന്നു. മിനിറ്റുകൾക്കുള്ളിൽ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലേക്ക് തീ പടർന്നു. ഇത് താമസ സ്ഥലത്ത് കനത്ത പുകപടലങ്ങൾക്കും കാരണമായി. ഇന്ത്യയുടെ ബീഹാറുമായി അതിർത്തി പങ്കിടുന്ന നേപ്പാളിലെ സൻസാരി ജില്ലയിലുണ്ടായ വർഗീയ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 13 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് തിങ്കളാഴ്ച ജില്ലയുടെ ചില ഭാഗങ്ങളിൽ അനിശ്ചിതകാല നിരോധനാജ്ഞ ഏർപ്പെടുത്തി. ദേവ്ഗഞ്ച് റൂറൽ മുനിസിപ്പാലിറ്റിയിലെ
കപ്താൻഗുഞ്ച് പ്രദേശത്ത് ഞായറാഴ്ച രാത്രിയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. 2 മതവിഭാഗങ്ങളിലെ അംഗങ്ങൾ വെവ്വേറെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു. ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും മതപരമായ പതാകകൾ പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ചും തുടങ്ങിയ തർക്കം പെട്ടെന്ന് കല്ലേറിലേക്കും അക്രമത്തിലേക്കും നീങ്ങി. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടേണ്ടി വന്നു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ സുരക്ഷാ സേന വെടിയുതിർക്കുകയും 24-കാരനായ ഓം പ്രകാശ് മേത്ത കൊല്ലപ്പെടുകയും ചെയ്തു. ഇറാഖിലെ എർബിബിലുള്ള US കോൺസുലേറ്റിന് സമീപം ആക്രമണമെന്ന് റിപ്പോർട്ട്. എർബിബിലിൽ 7 തവണ സ്ഫോടനമുണ്ടായതായി ഇറാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 ഇറാനിയൻ ഡ്രോണുകൾ എർബിബിലിനു സമീപമുള്ള ഖലിഫാൻ സോറാൻ മേഖലകളിൽ ആക്രമണം നടത്തിയതായി ഇറാഖ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആക്രമണം പ്രതിരോധിക്കാനായി 10ലേറെ US യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാഖിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഖോർമോറും ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. ഇറാഖിലെ ഊർജ്ജ വിതരണത്തിന്റെ ഏറിയ പങ്കും ഇവിടെ നിന്നാണ്. ചൊവ്വാഴ്ച പുലർച്ചെ എർബിബിലിൽ ആക്രമണമുണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഖോർമോറിലും ആക്രമണമുണ്ടായതെന്ന് ഇറാഖ് പറഞ്ഞു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുന്നതിനിടയിലും ഇറാന്റെ കടുത്ത നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരിക്കലും അമേരിക്കയുമായി ഒരു കരാറിലെത്തില്ലെന്ന് ഇറാൻ ഡെപ്യൂട്ടി പാർലമെന്റ് സ്പീക്കർ ഹമീദ് റേസ ഹാജി ബാബേയ് പറഞ്ഞു. ഇറാൻ തങ്ങളുടെ ഭൂഗർഭ പിക്കാക്സ് പർവ്വത കേന്ദ്രങ്ങളിലേക്ക് ആണവ സെൻട്രിഫ്യൂജുകൾ മാറ്റിയതായി വെളിപ്പെടുത്തുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.